ആരോട് നമ്മൾ ചോദിക്കാം മക്കളെ? പൈസ തന്നേലും ഒക്കെ ഉള്ളൂ, തരാതെ നമ്മൾ ആരോട് ചോദിക്കാൻ ആരുമില്ല. 69-ാം വയസ്സിൽ ലീലമ്മ ചോദിക്കുകയാണ്, ആരോട് പറയാൻ, ആരോട് ചോദിക്കാൻ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ടീച്ചർമാരിൽ നിന്ന് അത്രയും കടം വാങ്ങിച്ചാൽ കിട്ടി കൊണ്ടുവന്നാൽ ഇവരൊക്കെ കടം തീർക്കാതെ നമുക്ക് വേറെ അപ്പോഴൊന്നിനും തികയില്ല. അതേത് മാസം തോറും കിട്ടിയാൽ നമുക്കതിൽ നിന്ന് നോക്കാം, അതേ പറ്റുള്ളൂ. ഒരു 2-3 മാസമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തന്നാൽ എന്താ ചെയ്യുക? കുറേ നാളുകൊണ്ട് ഇങ്ങനെ തന്നെ. മരുന്ന് എനിക്ക് ആഴ്ചയിൽ 700 രൂപ വേണം എനിക്ക് മരുന്നിന്. ഇത് ഈ കാല് വയ്യാത്തതുകൊണ്ട് അതിന് മരുന്ന് കഴിച്ചേ പറ്റൂ. 15 വർഷമായി സ്കൂൾ കുട്ടികളെ അന്നമൂട്ടുന്നുണ്ട് ലീലമ്മ. പക്ഷേ കാല് വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരാളെന്നെ വിളിച്ചു, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കാപ്പി ഉണ്ടാക്കണത് ഞാനായിരുന്നു. ഇപ്പോൾ കാപ്പി ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, അതുകൊണ്ട് ഒരാളെ കൂടെ വിളിച്ച് കാപ്പി ഉണ്ടാക്കി. എൻ്റെ ശമ്പളത്തിൽ നിന്ന് തന്നെ 200 രൂപ ഒക്കെ കൊടുക്കണത്. അവൾ കുറേ ദിവസം കൊണ്ട് ചോദിക്കുക, എന്നെ പൈസ കിട്ടിയില്ല ചോദിച്ചാൽ വിളിച്ച് ചോദിക്കുക. ഞാൻ അവിടെ വിളിച്ച് അയാളൊക്കെ ചോദിക്കുന്നു, കിട്ടിയാലും പറ്റൂ, തരാതെ നമ്മളെന്താ ചെയ്യുക? കൂലിയല്ലാതെ മറ്റൊരാനുകൂല്യവും ഇവർക്കില്ല. കൂലി മുടങ്ങിയാൽ ജീവിതം വഴിമുട്ടും. നമ്മുടെ കുഞ്ഞുങ്ങളെ ഊട്ടുന്നവരാണ്, അവരുടെ ജീവിതം വഴിമുട്ടിക്കരുത്. അനൂപ് എം ആറിനൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.